വയനാട് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ അതായത് കൊല്ലപ്പെട്ട മിനിയുടെ ഭർത്താവ് സുരേഷിനെ ഇപ്പോൾ നിലമ്പൂർ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ഈ സംഭവം ഉണ്ടായതിന് പിന്നെ പരപ്പൻപാറ കോളനിയിലെ മിനിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇരുവരും ഉൾവനത്തിൽ തേനെടുക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോഴായിരുന്നു ഈ ഒരു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. അവിടെ നിന്നും അരുൺ അമൃതനാഥ് വിവരങ്ങൾ നൽകും. അതിന് മുൻപ് ഒരു പ്രതികരണമുണ്ട്, അത് കേൾക്കാം. പിന്നെ ഞങ്ങൾ അവിടെ പോകുമ്പോഴാണ് അപ്പോൾ ഒരു ആന അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഓട്ടത്തിലാണ് ആന ഇത് ബലങ്ങിട്ടിട്ട് ഇവരെ ചവിട്ടി എന്നാണ് ഇവർ പറയുന്നത്. രണ്ടുപേരും അതറിയില്ല. അത് അവർ ഒക്കെ ഇനി വരുന്നുണ്ടാവും. അവരുടെ കൂടെ ഉള്ളവരൊക്കെ ഇനി ഉണ്ട് അവിടെ തന്നെ. മറ്റേ അമ്മായിന്റെ കൂടെ ഉണ്ട്. ഇല്ലല്ല, അവർ രണ്ടുപേരുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ തേനെടുക്കാൻ പോയ സമയത്താണ് ഇത് നടത്തുന്നത്. ഇവർക്ക് പരിക്കുപറ്റിയത് എങ്ങനെ അറിഞ്ഞത്? അത് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ തേനെടുക്കാൻ പോയിട്ട് വന്നപ്പോഴാണ് ഇവർ പറയുന്നത് ആന അവിടെ കയറി പോയിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് രണ്ടാക്കും പനിക്കുണ്ട്, ഇവർ ഓടിയ ഓട്ടത്തിലാണ് എന്നൊക്കെ പറഞ്ഞത്. നിങ്ങൾ എന്നിട്ട് തെരഞ്ഞു പോയായിരുന്നു? ഞാൻ രാവിലെ പോയത്. ഞങ്ങൾക്ക് രാവിലെയാണ് അറിയാൻ കഴിഞ്ഞത്. ഇന്നലെയാണ് ഇവർ വീട്ടിൽ നിന്ന് പോയത്? ഇന്നലെ എപ്പോഴാണ് പോയത്? ഇന്നലെ അത് എത്ര മണിക്കൊന്നും അറിയില്ല. ഫോൺ ചെയ്ത് നമ്മുടെ ഇവിടുത്തെ പ്രൊമോട്ടറാണ്. സുരേഷിന് എന്താ പരിക്ക്? നല്ല പരിക്കുണ്ടോ? അത് കാലിനും ഇതിലൊരു അടി അടിച്ചു തുമ്പി കൈ കൊണ്ട് ഇങ്ങനെ തട്ടി നെഞ്ചിൽ. ആ കോളനിയിൽ ഇവര് കുറെ കുടുംബങ്ങൾ താമസിക്കുന്ന അത് അവിടെ ആദ്യം 12 കുടുംബങ്ങളുണ്ട്. കുറെ ആൾ മേലേക്ക് പോയി. ഞാനും അമ്മയും ഒക്കെ അവിടെയാണ്. അരുൺ അമൃതനാഥ് വിവരങ്ങളുമായിട്ടുണ്ട്. അരുൺ, ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം, അതായത് കൂടെയുള്ള ആളുകളുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അവരിന്ന് രാവിലെയാണ് വനത്തിൽ പോയതെന്നാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴാണ് ഇന്നലെ ഇവർ വനത്തിൽ തേൻ ശേഖരിക്കാനായി പോയിരുന്നതാണ്, എപ്പോഴാണ് ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് എന്നതിനെ പറ്റി എന്തെങ്കിലും വിവരമുണ്ടോ? ഒപ്പം തന്നെ സുരേഷിന്റെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട്? പക്ഷേ സുരേഷിനെ പ്രാഥമികമായ ശുശ്രൂഷയ്ക്കാണ് ഇപ്പോൾ ഈ നിലമ്പൂരിലെ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഇവിടെ നിന്ന് അടിയന്തരമായ കാര്യങ്ങൾക്ക് ശേഷമായിരിക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഉൾപ്പെടെ റെഫർ ചെയ്യുന്ന കാര്യം എന്തായാലും പരിഗണിക്കുക. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ മിനിയും സുരേഷും ഉൾവനത്തിലേക്കായി തേൻ ശേഖരിക്കാനായി പോയത്. അതിന് ഇന്ന് രാവിലെയാണ് ഇവർ മടങ്ങി വരാത്തത്. അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഈ കാട്ടാനയുടെ ആക്രമണത്തിന് ഇരയായ കാര്യം മനസ്സിലാകുന്നത്. ഈ സുരേഷിനെ നെഞ്ചിലും കാലിനുമാണ് പരിക്കേറ്റതായി ഇതാണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ച ബന്ധുക്കൾ ഉൾപ്പെടെ പറയുന്നത്. എന്തായാലും ഇപ്പോൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ചികിത്സയിലാണ് സുരേഷ് ഉള്ളത്. സുരേഷിന്റെ ആരോഗ്യനില എങ്ങനെ ആണെന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് കൂടുതൽ